നിമിഷ പ്രിയ എപ്പോൾ വരുമെന്ന് മുഴുവൻ മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് റഹീമിൻ്റെ കേസ് നമുക്കറിയാം. റഹീമിൻ്റെ വധശിക്ഷ ഒഴിവാക്കി. പക്ഷേ ബ്ലഡ് മണിയൊക്കെ കൊടുത്തെങ്കിലും കോടതി പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകണ്ട, 20 വർഷം ജയിലിൽ കിടന്നിട്ട് പോയാൽ മതി, 1 വർഷം കൂടെ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ജയിൽവാസം തുടരുകയാണ്. ഇവിടെയും ബ്ലഡ് മണിയാണ് പ്രശ്നം. നിമിഷയ്ക്ക് വേണ്ടിയിട്ട് തലാലിൻ്റെ കുടുംബത്തിന് ബ്ലഡ് മണി കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ നിമിഷ ഉടനെ വരുമോ? ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലാലിനെയാണല്ലോ കൊന്നത്. തലാലിൻ്റെ സഹോദരൻ ഇന്നലെ ഇവിടുത്തെ, അതായത് നമ്മളിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ സജീവം, പിന്നെ ഓരോരുത്തരെ അവരെ ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് വലിയ പത്രസമ്മേളനങ്ങൾ നടത്തി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്, ഇത് മുഴുവൻ വേറെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും തലാലിൻ്റെ കുടുംബം ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വാട്ടർ മാർക്ക് ഇട്ടിട്ട് ഒരു അവിടെ നിന്നുള്ള വിധി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ ഇവിടെ. അതിൻ്റെ വെറാസിറ്റിയെ പറ്റി കേന്ദ്ര സർക്കാർ സംശയമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്, എംബസിയൊക്കെ. ഇത് ആരെങ്ങനെ പുറപ്പെടുവിച്ചു എന്നൊക്കെ ആ കടലാസിൽ കണ്ടില്ലേ ഗ്രാൻഡ് മുഫ്തി. അല്ല, അതിപ്പോൾ അവിടുന്ന് ഒരു ഡോക്യുമെന്റ് കിട്ടി, പ്രിന്റ് എടുത്തപ്പോൾ അത് ഫോട്ടോഷോപ്പിൽ കയറിയിട്ട് വാട്ടർ മാർക്ക് ഇട്ട് പ്രിന്റ് എടുത്തു. സ്വാഭാവികം. അതെ, അതപ്പോ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണല്ലോ വാട്ടർ മാർക്ക് ഇടുന്നത്. വാട്ടർ മാർക്ക് ഇടാതെ നമുക്ക് ഫോട്ടോസ്റ്റേറ്റ് എടുക്കാം. അതൊരു ക്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ക്ലെയിം ഉണ്ടാക്കാൻ വേണ്ടിയാ. പക്ഷെ ഇതൊക്കെ അത് ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് തലാലിന്റെ കുടുംബം ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. അവർക്കും കിട്ടിക്കാണും. അവർക്കും കിട്ടി. അപ്പൊ തലാലിന്റെ അതിനകത്ത് ഞാൻ അത്ര വലിയ തെറ്റ് കാണുന്നില്ല. കാരണം ഒരു സാധനം, ഒരു പ്രിന്റ് കിട്ടി, നമ്മളത് നമ്മുടെ വാട്ടർ മാർക്ക് വെച്ച് പ്രിന്റ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കുഴപ്പമൊന്നുമില്ല. ആ കടലാസ് ഒറിജിനൽ തന്നെയാണോ എന്നുള്ളത് അങ്ങനെ എംബസി ഒരു സംശയം. നമ്മൾ ഈ കാണുന്ന നമ്മുടെ വീഡിയോ പോലും ABC മലയാളം എന്നുള്ള വാട്ടർ മാർക്ക് വെച്ചിട്ടാണ് അതൊക്കെ വെക്കാറുണ്ടല്ലോ. കാരണം അത് വേറെ ആരും കോപ്പി അടിക്കാതെ. പക്ഷെ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ദിവസമൊന്നും അല്ലായിരുന്നു. അതാ അതിന്റെ 2 ദിവസം മുമ്പേ ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതാണ് 13-ാം തീയതി. അതെ, ഞായറാഴ്ച തന്നെ ആ ഉത്തരവ് 13-ാം തീയതി തീരുമാനമായി, 14-ാം തീയതി ഉത്തരവ് ഇറങ്ങി. അപ്പോൾ തലാലിൻ്റെ സഹോദരൻ ഇന്നലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഞങ്ങൾ ഒരു കാരണവശാലും ഇത് ബ്ലഡ് മണി സ്വീകരിക്കുന്നില്ല, ഇത് നേരത്തെയുള്ള തീരുമാനമാണ്, ആ തീരുമാനം അനുസരിച്ചിട്ടാണ് തീയതി തീരുമാനിച്ചത്, ആ തീയതി തീരുമാനിച്ച ശേഷം അത് ഇപ്പം മാറ്റിവെച്ചത് ഒട്ടും ശരിയായിട്ടില്ല. ഇതാണ് അവരുടെ പൊസിഷനായിട്ട് പറയുന്നത്. കുറെ കാര്യങ്ങളൊക്കെ വലിയ ക്രൈസിസ് ആണല്ലോ. കാരണം അദ്ദേഹത്തിന് ആ തീരുമാനം മാറ്റിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഈ ചോരപ്പണം വേണോ വേണ്ടയോ, ഇതിപ്പോ എന്തോ ദിയാദിനം എന്നൊക്കെ പറഞ്ഞൊക്കെ. ദിയാദിനം എന്നാണ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നത്. ദിയാന്ന് നമ്മൾ സാധാരണ വിളക്കിനാണ് പറയാറ്. അത് ബ്ലഡ് മണി എന്ന് പറയുമ്പോഴത്തേക്ക് ചോരപ്പണം എന്ന് പറയാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ആക്കിയതാണ്. അപ്പോ അത് വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ശരീഅത്ത് നിയമപ്രകാരം ഇങ്ങനെയാണ്, ഞങ്ങളത് പറ്റില്ല എന്ന് പറഞ്ഞതാണ്. കാരണം ഒന്നുകിൽ ബ്ലഡ് മണി മേടിക്കുക, അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന പകരത്തിന് പകരം കൊല്ലുക എന്ന് പറയുക. ഇങ്ങനെയൊക്കെ ഈ വിക്ടിമിന്റെ കുടുംബത്തിന് ചെയ്യാം. വിക്ടിമിന്റെ കുടുംബമാണ് എന്റെ തീരുമാനമാണ് ഇതിൽ ആദ്യമം. കാരണം നിയമം അങ്ങനെയാണ്, ശരിയായ നിയമമാണ്, തെളിവുകളും സാക്ഷി വിസ്താരവും ഒന്നുമല്ല. അതെ. അപ്പൊ ഈ സാമുവൽ ജെറോം എന്ന് പറഞ്ഞ ആള് ഈ നിമിഷപ്രിയയുടെ അമ്മയെ കൂടെ ഇരുത്തി ഇന്നും ചാനലിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. സാമുവൽ ജെറോം പറയുന്നത് 1 കൊല്ലമായി പുള്ളി അവിടെ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഇതിനു വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവിടെ കുറെ ആളുകൾ അവകാശവാദമൊക്കെ ഉന്നയിച്ച് സൈലന്റായിട്ടായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. നിശബ്ദമായിട്ടിരിക്കുക, അവരെ പ്രകോപിപ്പിക്കാൻ പാടില്ല. അങ്ങനെ കുറെ ആളുകൾ വന്നിട്ട് പ്രശ്നമുണ്ടായി. അപ്പൊ എനിക്ക് തോന്നിയത് ഈ സാമുവൽ ജെറോം 1 കൊല്ലമായിട്ട് ശ്രമിച്ചിട്ട് വധശിക്ഷയുടെ തീയതിയാണല്ലോ തീരുമാനിച്ചതെന്നുള്ള തോന്നൽ എനിക്കും ഉണ്ടായി. അപ്പോഴും ഈ തലാലിന്റെ കുടുംബം ആ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ചർച്ചയിൽ തലാലിന്റെ കുടുംബം പങ്കെടുത്തു എന്നൊക്കെ പറയുന്നത്. അതിൽ എത്ര വാസ്തവം ഉണ്ട് എന്നുള്ളത്. പങ്കെടുത്തുവെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരത്തില്ലായിരുന്നു. എങ്ങനെ? അതെ, അദ്ദേഹം കാരണം അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ. ഞങ്ങൾ സമ്മതിച്ചിട്ടല്ല ഈ വധശിക്ഷ നടപ്പാക്കുന്ന തീയതി മാറ്റിവെച്ചിരിക്കുന്നത്. തീയതി മാറ്റമല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അതെ, വധശിക്ഷ മാറ്റിവെക്കലല്ല.
അപ്പോൾ തലാലിൻ്റെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ അറിവോടുകൂടി അല്ല ഇത്, ഞങ്ങൾ ഇത് സമ്മതിച്ചിട്ടില്ല, ഈ തീയതി മാറ്റാൻ പാടില്ലായിരുന്നു, ഈ തീയതിയിൽ തന്നെ നടപ്പാക്കണമായിരുന്നു. ഇനി ഇതിൻ്റെ മറ്റു വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതടിസ്ഥാനത്തിലാണ്? ഒന്നാമത് കാന്തപുരം പറയുന്നത് ഒരു സൂഫി പണ്ഡിതനുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. സൂഫികളെ പറ്റി സുന്നികൾക്ക് തന്നെ വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും വലിയ സൂഫി കവികളിൽ ഒരാൾ ചരിത്രത്തിലാണ് ഉള്ള ആളാണ് അൽ ഹല്ലാജ് എന്ന് പറയുന്ന കവി. ഞാൻ മിലിറ്റന്റ് ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലൊരു അധ്യായം അൽ ഹല്ലാജിനെ പറ്റിയാണ്. അൽ ഹല്ലാജിനെ എന്ത് കാരണം കൊണ്ട് കൊന്നു? കാരണം അദ്ദേഹം ആ കാലത്ത് മതേതരത്വം പറഞ്ഞിരുന്ന ആളാണ്. മറ്റേ ബഷീർ, ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞില്ലേ, അദ്വൈതത്തിനോടൊക്കെ സമാനമായ എല്ലാം ബ്രഹ്മമാണ് എന്ന് പറയുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ്. അപ്പോഴാണ് അയാളെ വെട്ടിക്കൊന്നത്. ഇസ്ലാമിൽ ഒരു രക്തസാക്ഷിയാണ് ഈ അൽ ഹല്ലാജ്. എല്ലാ സൂഫികളെയും ഇങ്ങനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു സൂഫി പണ്ഡിതൻ പ്രത്യേകിച്ച് ഈ ഷിയാകളുടെ അടുത്ത് പോയിട്ട് ചർച്ച നടത്തി, ഈ കുടുംബത്തിലൊക്കെ പറഞ്ഞ് ചർച്ച നടത്തി ഇതിനൊരു പരിഹാരം കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പിന്നെ ഈ ഷിയാകളുടെ അടുത്ത് പോയിട്ട് സുന്നികൾ സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ എത്ര ഗുണമുണ്ടാവും എന്നുള്ളത് ഈ അവിടുത്തെ സംഘർഷങ്ങൾ കൊണ്ടാണ് പണ്ട് ഈ യമനിൽ നിന്നാണ് മലബാറിലെ തങ്ങൾമാർ മുഴുവൻ പലായനം ചെയ്ത് വന്നിരിക്കുന്നത്. അതിൽ പെട്ടതാണ് പാണക്കാട് തങ്ങൾ കുടുംബവും. നമ്മൾ 1921 കഥ നോക്കുമ്പോൾ അതിൽ കാണുന്ന സകല തങ്ങൾമാരും യമനിൽ നിന്ന് വന്നാണ്. അവരുടെ ജീവചരിത്രം നോക്കുകയാണെങ്കിൽ അവരൊരു പ്രത്യേക സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. യമനില് ഹാദ്ര മൗട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഏഡൻ നിൽക്കുന്ന ഗവർണറേറ്റ്, 3 ഗവർണറേറ്റുകൾ ഈ ഹാദ്ര മൗട്ട് മേഖലയിൽ പെട്ടതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധ്യത ഉള്ളത് തങ്ങൾമാര്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മലബാറിൽ പല തങ്ങൾമാരുണ്ടല്ലോ, പഴയ ചമ്പ്രശ്ശേരി തങ്ങൾ, സീതി തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു പ്രതിനിധി സംഘം യമനിലേക്ക് പോകട്ടെ, എന്നിട്ട് ഞങ്ങൾ പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഹൂത്തികൾക്ക് എന്തെങ്കിലും ഒരു അലിവുണ്ടായെങ്കിൽ നന്നായിരിക്കും, അലിവുണ്ടായെങ്കിൽ നടക്കും. അപ്പൊ UDF വേണേ ഏറ്റെടുക്കാം. UDF ആണ് ഇത് ഏറ്റെടുക്കേണ്ടത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ ഗവർണറുടെ അടുത്ത് പോയി പലരെയും കാണുകയൊക്കെ ചെയ്തു. അദ്ദേഹം ഗവർണറെ കുറിച്ച് ഒരുപാട് വർത്തമാനം പറഞ്ഞു. ചാണ്ടി ഉമ്മൻ ധാരാളം പറഞ്ഞു. ഗവർണർ നന്നായിട്ട് ഇടപെട്ടു, വേറെ ആരും അങ്ങനെ ഇടപെട്ടില്ല. ഈ ചാണ്ടി ഉമ്മൻ പാണക്കാട് തങ്ങൾ കുടുംബത്തിൽ പോയോ, ആ തറവാട്ടിൽ പോയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കൊടപ്പനിക്കൽ തറവാട് എന്നാണല്ലോ പറയുക. പോയി എന്നാണ് എൻ്റെ ഓർമ്മ. എങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും പോകേണ്ടത് അവിടെ തന്നെയാണ്. കാരണം തങ്ങളോട് പറഞ്ഞിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ യമനിൽ നിന്നുള്ള ആളുകളാണ്, നിങ്ങളുടെ നാട്ടുകാരാണ്, ഞങ്ങൾ പ്രവാചക പരമ്പരയിൽപ്പെട്ടതാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അഭ്യർത്ഥനയുണ്ട്, എന്നിട്ട് തലാൽ കുടുംബത്തിനോട് സംസാരിക്കുക, ഞങ്ങൾ പ്രവാചകന്റെ അത് പറഞ്ഞാൽ മാത്രമേ ഇവർ വീഴാൻ സാധ്യത ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് സത്യത്തിൽ ഇതിൻ്റെ താക്കോൽ മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. ഈ നിമിഷപ്രിയ പുറത്തു വരണോ രാഷ്ട്രീയമായി അങ്ങനെ പറയാം, പക്ഷെ പ്രായോഗികമായി അതിനൊരുപാട് ബുദ്ധിമുട്ട്. ഒന്ന് ഈ തങ്ങൾമാരെന്ന് പറയുന്നവർ സുന്നികളാണ്. അവർക്ക് അവിടെ നിന്ന് പലായനം ചെയ്ത് പണ്ട് പോകുന്നവരാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രമല്ല, പാണക്കാട് തങ്ങൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സമുദായ നേതാവും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവുമാണ്. പക്ഷേ ഗ്രാൻഡ് മുഫ്തി പദവിയിലിരിക്കുന്ന കാന്തപുരത്തിൻ്റെ അത്രയും വലിയ സ്റ്റേച്ചർ ഉണ്ടോ അദ്ദേഹത്തിന്? എനിക്ക് തോന്നുന്നു. അതായത് ഈ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞ പദവിയെ പറ്റി തന്നെ അതിൽ വലിയ കഥയില്ല. അത് വേറെ ആരൊക്കെ ഉണ്ടാക്കി കൊടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് വിവാദം ഉണ്ടായിരുന്നതാണ്. കാരണം ഗ്രാൻഡ് മുഫ്തിയാണെന്ന് നേരത്തെ VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അവിടുത്തെ ജുമാ മസ്ജിദ് ഉണ്ടല്ലോ പഴയ ഡൽഹിയിലെ, അവിടുത്തെ ഇമാമും അവകാശപ്പെട്ടിരുന്ന ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ മൊത്തം ഇവിടുത്തെ സുന്നികളുടെ നേതാവാണ്, അദ്ദേഹമാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നതാണ്. ഇത് ഇസ്രയേലിലും ഒരു ഗ്രാൻഡ് മുഫ്തി
അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഗ്രാൻഡ് മുഫ്തിയെ ഇടക്കിടയ്ക്ക് പോലീസ് പിടിച്ചു കൊണ്ടുപോകാറുണ്ടല്ലോ അവിടെ. അങ്ങേര് വല്ല പള്ളിയിലെ പ്രഭാഷണത്തിനുമൊക്കെ ജൂതന്മാർക്കെതിരെയൊക്കെ പറയും. അപ്പോൾ ഈ സ്ഥാനത്തിൽ വലിയ കഥയുള്ളതായിട്ടൊന്നും തങ്ങൾ കുടുംബം കരുതുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പറ്റി പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഇതൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. മുമ്പത്തെ തങ്ങൾമാരൊക്കെ ഇത് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് സാദിഖ് അലി തങ്ങൾക്ക് ഇദ്ദേഹത്തിനെ പറ്റി പറയാൻ പ്രയാസം വരും. കാരണം അദ്ദേഹം ഒരു ക്ലെറിക് അല്ല. അതുകൊണ്ട് അല്ലെങ്കിൽ മുമ്പത്തെ തങ്ങൾമാരൊന്നും അങ്ങനെ മൈൻഡ് ചെയ്തിട്ടുള്ള ആളല്ല. ഇദ്ദേഹം തന്നെ സുന്നികളിലെ ഒരു വിഭാഗത്തിന്റെ മാത്രം ആളാണല്ലോ. 2 വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ മാത്രം ആളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ബ്ലഡ് മണിയെ പറ്റി ഇതെങ്ങനെയാണെന്നുള്ളതും ഒന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. അത് മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലാണ്, ജൂതന്മാർക്ക് വേറൊരു തരത്തിലാണ്, ക്രിസ്ത്യാനിക്ക് വേറൊരു തരത്തിൽ, ഇതൊന്നും അല്ലാത്ത കാഫിറുകൾക്ക് വേറെ തരത്തിൽ. ഇതിനിപ്പോൾ ഒരു മുസ്ലിം പുരുഷന്റെ വിലയുടെ 11 അതാണ് മറ്റുള്ളവർക്ക് ഈ ബ്ലഡ് മണി എന്നൊക്കെ പറയുന്നത്. അതുപോലെ കാഫിർ സ്ത്രീക്ക് 32 ഇങ്ങനെയാണ് ഈ ചോരപ്പണം എന്ന് പറയുന്നത്. ഇസ്ലാമിക രാജ്യത്ത് ഒരു അമുസ്ലിമിനെ കൊന്നു കഴിഞ്ഞാൽ തുച്ഛമായ ചോരപ്പണമൊക്കെ വാങ്ങി കേസ് തീർപ്പാക്കുകയാണ് സാധാരണഗതിയിലൊക്കെ പതിവ്. സത്യത്തിൽ ഈ ചോരപ്പണം എന്താണ് എന്നുള്ളതിനെ പറ്റി തന്നെയൊക്കെ ചർച്ചയൊക്കെ നടക്കേണ്ടതാണ്. ഇതൊന്നും നടക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ചോരപ്പണം ഒന്നും പറയാതിരിക്കാൻ ദിയ മണി എന്നാക്കിയില്ല. വിളക്കായതുകൊണ്ടാണ് ഞാനത് ദീപാവലി അല്ലേ, ദിയകൾ കത്തിച്ചു എന്നൊക്കെയാണ്. അതിന് ഹിന്ദുമതത്തിൽ വേറൊരു അർത്ഥമുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ കയറി ഉടനെ തൂങ്ങാത്തത്. അത് തൂങ്ങുന്നവർ തൂങ്ങിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ചോരപ്പണം നന്നായിട്ട് പണത്തിന്റെ കൂടെ, പണം എന്നുള്ളത് സംസ്കൃതം അല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ചോര എന്നാണ് ചേരുന്നത്. അപ്പം രക്തപ്പണം എന്ന് പറഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ചർച്ച നടത്തുക. തലാലിന്റെ കുടുംബമാണ് സമ്മതിക്കുക, അവരാണ് ഫൈനൽ. അല്ലാതെ അവിടെ പോയി ഒന്നാമത് സുനിലെ അവിടെ ഒരു പ്രസിഡന്റ് ഒന്നുമില്ല. ആ പ്രസിഡന്റ് അധികാരമില്ല, ഒരു അധികാരമില്ല. ഒരു ഈ മറ്റേ മുഖ്യോപദേഷ്ടാവ് ഇരിക്കുന്നില്ലേ, ഒരു പ്രസിഡൻഷ്യൽ കൗൺസിലിന്റെ മേധാവി എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ ഉള്ളത് ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഇരിക്കുന്നത്, സനാ പ്രദേശത്ത്. അല്ലാതെ അവർ കൊണ്ടുപോയി ഒരു പ്രസിഡന്റിനുണ്ട് ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഏഡൻ എന്ന് പറയുന്ന ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞ പഴയ ഹാദ്രാമൗട്ട് ഗവർണറേറ്റിന്റെ ഭാഗം. അത് വേറെ ആളുകളുടെ കയ്യില്ല. ഏഡൻ 3-4 ഗ്രൂപ്പ് ഉണ്ടല്ലേ. അതെ. അപ്പൊ അതുകൊണ്ട് തലാലിന്റെ കുടുംബം അറിഞ്ഞിട്ടുള്ള ചർച്ച അല്ല ഇത്. മാത്രമല്ല ആ തലാലിന്റെ അതൊരു ഗോത്രവർഗമാണ്. ആ ഗോത്രവർഗത്തിലുള്ള നേതാവ് നഹ്യ എന്ന് പറഞ്ഞൊരാളാണെന്ന് സാമുൽ ജെറോം പറയുന്നുണ്ട്. ഈ നഹ്യയെ കണ്ടതായിട്ട് കാന്തപുരത്തിന്റെ വിഭാഗം പറയുന്നില്ലല്ലോ. ഈ നഹ്യ ആ ഗോത്ര ആ തലവനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് സാമുൽ ജെറോമാണെന്ന് ജെറോം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പ്രയോജനം കിട്ടിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോത്രവർഗം വളരെ ക്ഷുഭിതരാണ്. ഇങ്ങനെയൊക്കെ സംരക്ഷണം കൊടുക്കുന്ന ഒരാളെ കൊന്നല്ലോ, എന്നിട്ട് ഓടിക്കളയാൻ ശ്രമിച്ചല്ലോ അവിടുന്ന് എന്നൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 8 കോടിയോളം മറ്റോ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ തലാലിന്റെ കുടുംബം മേടിക്കാന്ന് വിചാരിച്ചാൽ തന്നെ ആ ഗോത്രവർഗം സമ്മതിക്കുന്നത് അപമാനകരമാണ്. കാരണം ഒരു ജീവന് വിലയിട്ട് നാട്ടുകാരുടെ നിന്ന് പിരിച്ചെടുത്ത കാശ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ലജ്ജാകരമാണെന്ന് അവർക്ക് തോന്നാം. അപ്പൊ അതുകൊണ്ട് ആ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് തലാൽ കുടുംബത്തിനെ ഇതിൽ നിന്ന് പിൻവലിയാൻ പ്രേരിപ്പിക്കുന്നത്. ഏതായാലും അവർ പിൻവലിയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം നിമിഷപ്രിയ ജീവനോടെ തിരിച്ചു വരണം എന്നുള്ളതാണ്. ഓരോ മലയാളിയും ആഗ്രഹിക്കുന്ന അതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? പിന്നെ വരട്ടെ. റഹീമും വരണം. 19 വർഷം ജയിലിൽ കിടന്നില്ലേ, ചെയ്തു പോയി, അറിഞ്ഞോ അറിയാതെയോ ഒരു കൈപ്പിഴ. 19 വർഷം ജയിൽ, ഇനി 20 വർഷം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ. അല്ല, തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ എല്ലാവരും തിരിച്ചു. അപ്പോൾ ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ശരീഅത്ത് നിയമത്തിൽ ഇങ്ങനെയാണെന്നേ, അതിനനുസരിച്ചിട്ടാണ് തലാൽ കുടുംബം പെരുമാറുന്നത്. ശരീഅത്ത് നിയമം അവർ ഭേദഗതി ചെയ്യുക, അതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് 2 മലയാളികളെ കേരളത്തിൽ തിരിച്ചു കിട്ടണം. ഒരു മതത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് യമനൊക്കെ നടന്നു പോകുന്നത്, ഇറാനും നടന്നു പോകുന്നത് അങ്ങനെയാണ്. അവരുടെ നിയമം ഇങ്ങനെയാണ്.
ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യുക നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ആ മതത്തിൽ അത് മാറ്റാൻ അത് കഴിയുന്ന കാന്തപുരത്തിനും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്. മാത്രമല്ല, അപ്പൊ എങ്ങനെ ഈ ബ്ലഡ് മണി വാങ്ങിച്ചാൽ പറ്റും? ആ ബ്ലഡ് മണി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പക്ഷേ അതിൽ വേറൊരു അവർ വാങ്ങണം, അവർ സന്നദ്ധരാവണം. അതിൽ വേറൊരു വ്യവസ്ഥയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാഫറിനെ അങ്ങനെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് സാധാരണ നമ്മൾ പലതിനും പേര് പറയാറില്ലേ, തക്കിയാന്നൊക്കെ. അങ്ങനെ ഒരു പേര് അതിൻ്റെ അകത്തുണ്ട്. അത് അനുവദനീയമല്ല എന്നൊരു ക്ലോസും കൂടി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. കാഫിറിനെ വിടാൻ പാടില്ല, ബ്ലഡ് മണി കാര്യത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. അതിന് തക്കിയ എന്ന് പറയുന്ന പോലെ 3 അക്ഷരമുള്ളൊരു വാക്കുണ്ട്. ഇന്നലെ വായിച്ചിരുന്നു. അത് ശരിയാ, അതെനിക്കറിയില്ല. ഏതായാലും നിമിഷപ്രിയയും ശിക്ഷ കഴിഞ്ഞിട്ട് റഹീമും തിരിച്ചു വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.